ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ക്രിസ്മസ് കാലഘട്ടത്തിലൂടെയാണല്ലോ നാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ക്രിസ്മസ് കാലഘട്ടത്തിൽ നാം ഉണ്ണിയേശുവിനെ പറ്റിയും മറിയത്തെക്കുറിച്ചും മാട്ടിടയന്മാരെ കുറിച്ചും രാജാക്കന്മാരെ കുറിച്ചും ഒക്കെ ധ്യാനിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നാം ധ്യാനിക്കാൻ മറന്നുപോകുന്ന വലിയൊരു വ്യക്തിത്വമാണ് യൗസേപ്പ് പിതാവ്. കാരണം യേശുവിന്റെ ജനനത്തിനു വേണ്ടി യൗസേപ്പ് പിതാവ് സഹിച്ച അത്രയും സഹനങ്ങളും പീഡനങ്ങളും സങ്കടങ്ങളും വേറൊരു കുടുംബനാഥനും സഹിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം യൗസേപ്പ് പിതാവ് അത്രമാത്രം സങ്കടങ്ങളിലൂടെ കടന്നുപോയി. യൗസേപ്പ് പിതാവിനെ പറ്റി ഇപ്രകാരമാണ് വചനത്തിൽ പറയുക: അവൻ അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടായകയായി. അതാണ് യൗസേപ്പ് പിതാവിന്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുക. മാനുഷികമായി അപമാനിതയാക്കുവാൻ വേണ്ടി ഒരുപാട് സാഹചര്യങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോഴും മറിയത്തെ അപമാനിതയാക്കാതെ മറിയത്തെ സംരക്ഷിക്കുവാനായിട്ട് യൗസേപ്പ് പിതാവ് തുനിഞ്ഞു എന്നുള്ളത് യൗസേപ്പ് പിതാവിന്റെ വലിയൊരു നന്മയായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. മരിയ ദെ നാസറത്ത് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും യൗസേപ്പ് പിതാവ് എന്തുമാത്രം സഹനങ്ങൾ മറിയത്തെ കൊണ്ട് പോകുമ്പോൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത്. കാരണം തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിവാഹ ജീവിതം നയിക്കാനായിട്ട് യൗസേപ്പ് പിതാവിന് സാധിച്ചില്ല. ദൈവത്തിന്റെ ദൂതന്റെ വാക്കുകൾക്ക് ആമേൻ പറഞ്ഞുകൊണ്ട് മറിയത്തെ രണ്ടും കൽപ്പിച്ച് മറിയത്തെ കൂടെ ചേർത്ത് പിടിക്കുകയും മറിയത്തെ കൊണ്ടു നടക്കുകയും ആ പൂർണ്ണ ഗർഭിണിയായ മറിയത്തെ കൊണ്ടു നടക്കുമ്പോൾ പ്രസവിക്കുവാൻ വേണ്ടി ഇടം കിട്ടാതെ അതിനുവേണ്ടി അലയുകയും അതിനുശേഷം ഒന്ന് പ്രസവിക്കുവാൻ വേണ്ടി മറ്റൊരു സ്ത്രീയുടെ പോലും സഹായമില്ലാതെ പരിശുദ്ധ അമ്മ ഉണ്ണിയേശുവിനെ പ്രസവിക്കുമ്പോൾ മരഘോഷ തണുപ്പില് ആ കാലിത്തൊഴുത്തിന് വാതിലില്ലായിരുന്നു. ആ വാതിലില്ലാത്ത കാലിത്തൊഴുത്തില് മറിയത്തിനും ഉണ്ണിക്കും കാവലായി ആ കാലിത്തൊഴുത്തിന്റെ വാതിൽക്കൽ പോയി വാതിലായിരുന്ന ആ തണുപ്പ് മുഴുവൻ സ്വന്തം ശരീരത്തിലേക്ക് വഹിക്കുന്ന ഒരു യൗസേപ്പ് പിതാവിന്റെ ചിത്രം ഈ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, യൗസേപ്പ് പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്രമാത്രം ക്രിസ്മസിന് വേണ്ടി നാം സഹനങ്ങളിലൂടെ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത് വളരെ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും യൗസേപ്പ് പിതാവ് ചേർന്ന് ക്രിസ്മസിന് ഒരുങ്ങിയതുപോലെ ഉണ്ണി യേശുവിന് വേണ്ടി ഒരുങ്ങിയതുപോലെ നമ്മൾ എന്തുമാത്രം സഹനങ്ങളോടെ ഒരുങ്ങണം. നമ്മുടെ ജീവിതത്തിന്റെ ക്രിസ്മസിന് വേണ്ടി നമ്മൾ സഹിക്കുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ക്രിസ്മസിനുള്ള സഹനങ്ങളായി നമുക്ക് കാഴ്ചവെക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.